ഇപ്പം നമ്മളോടൊപ്പം ഉള്ളത് ജസ്റ്റിസ് കുര്യൻ ജോസഫ് സാറാണ്. ഈ ബൈബിൾ സൊസൈറ്റി ആദ്യകാല അംഗങ്ങളിൽ ഒരാളാണ് സാറ്. ഒപ്പം ഈ ലോഗോസ് ക്യൂസ് ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ടെല്ലാം സാറിൻ്റെ കോൺട്രിബ്യൂഷനൊപ്പം സപ്പോർട്ടും ഒരുപാടായിരുന്നു. സാർ ഇപ്പോൾ ഈ ലോഗോസ് ക്യൂസ് 25 വർഷത്തിലെത്തി നിൽക്കുമ്പോൾ ഈ ഒരു നിമിഷം സാറിന് എന്താണ് പറയാനുള്ളത്? ലോഗോസ് ക്യൂസ് വഴിയായിട്ട് ഒരുപാട് ആളുകൾക്ക് വചനത്തെ അറിയാനായിട്ടുള്ള വലിയൊരു ദാഹം കിട്ടി. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് എന്തിനാ? ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തെ അറിഞ്ഞ് സ്നേഹിച്ച് അവിടുത്തെ ഇവിടെ വെച്ച് മഹത്വപ്പെടുത്തി അവിടുത്തെ നിത്യമഹത്വത്തിൽ പങ്കുചേരാൻ വേണ്ടിയിട്ട്. അപ്പോൾ എങ്ങനെ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് പഠിക്കാൻ കഴിയണം. പഠിക്കണമെന്നുണ്ടെങ്കിൽ ബൈബിൾ പുസ്തകം വേണം. പുസ്തകം കിട്ടിയാൽ മാത്രം പോരാ, അത് പഠിക്കാനായിട്ടുള്ള നമുക്കൊരു ദാഹം ഉണ്ടാവണം. അത് ജനിപ്പിക്കാനായിട്ട് ലോഗോസിന് ഒത്തിരി കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് പേര് വചനം കാണപ്പെടാൻ പഠിക്കാൻ. അപ്പോൾ വചനം പഠിക്കുന്ന വഴിയായിട്ട് വചനം നമ്മളെന്താ ആവശ്യപ്പെടുന്നത്? അത് വചനം ശ്രവിക്കുക മാത്രം ചെയ്യുന്നവരാകാതെ അത് ഹൃദയത്തിലേക്ക് സംഗ്രഹിച്ച് നമ്മുടെ മനസ്സാക്ഷിയെ നിർമ്മലമാക്കി വിശുദ്ധിയും വെടിപ്പുമുള്ള ഒരു ജീവിതം നയിക്കാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ കഴിയണം. അപ്പോൾ ഓരോ പഠനവും ഓരോ വചനഭാഗവും നമ്മൾ പഠിക്കുമ്പോൾ ഈ ഒരു വലിയൊരു ചിന്തയും വലിയൊരു ആഹ്വാനം നമുക്ക് തന്നെ കിട്ടുക. അങ്ങനെ ഒരുപാട് ജീവിതങ്ങളെ ഈ ലോഗോസ് സ്വാധീനിക്കുന്നതായിട്ടും ജീവിതത്തിൽ പരിവർത്തനം വരുന്നതായിട്ടും ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് വലിയ സന്തോഷമുണ്ട്. ലോഗോസ് ഇങ്ങനെ ഒരുപാട് പേർക്ക് ആവേശമായിട്ട് തീരട്ടെ എന്നും യുക്തിഭദ്രമായിട്ട് തന്നെ നമുക്ക് നമ്മുടെ വിശ്വാസത്തെ കൊണ്ടു നടക്കാൻ കഴിയുമെന്ന് ലോകത്തോട് ജീവിതം കൊണ്ട് വിളിച്ചു പറയാൻ കഴിയട്ടെ എന്നും ഞാൻ ആശംസിക്കുന്നു.